ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മം ആൻഡ് ഡോട്ടർ കോംബോയിൽ മകൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഫ്രോക്കാണ്. ഓൾറെഡി ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഡ്രസ്സ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽസാണ്. അതായത് അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ഹേസലിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് തികയോ എന്നൊന്നും അറിയില്ല. എന്നാലും ഇത്രയും മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഡ്രസ്സ്, ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. വേറെ എക്സ്ട്രാ മെറ്റീരിയൽസ് ഒന്നും വാങ്ങാതെ തന്നെ നമുക്ക് ഈ ഉള്ള മെറ്റീരിയൽസ് കൊണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത്, അതുപോലെ തുണി ഒത്തിരി ഒന്നും ചിലവാക്കാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമാണ്. പീച്ചും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ആണ്. ആദ്യം തന്നെ ഞാൻ പീച്ച് ഷിഫോണാണ്. അത് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി ഇടുന്നുണ്ട്. കാരണം കൂടുതൽ പാർട്ടും എനിക്ക് പീച്ച് കളറാണ് എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഫാബ്രിക് ഇരിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ സ്കേർട്ട് പാർട്ട്, അതായത് താഴ്വശം, ഫ്രോക്കിൻ്റെ താഴ്വശം ഞാൻ പീച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഞാൻ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 17 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ആയിട്ട് ഞാൻ ഇതുപോലെ 17 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ മടക്കി വയ്ക്കുന്നു. ഇനി നമുക്ക് ഇതിനൊരു ലൈനിങ്ങോടെ വേണം. ഷിഫോൺ ഫാബ്രിക്കാണ്. അപ്പോൾ അതിന് ഞാൻ ക്രേപ്പ് ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. സെയിം പീച്ചിന് തന്നെ ഇപ്പം എൻ്റെ ഡ്രസ്സ് ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് ലൈനിങ് ഉണ്ടായിരുന്നു. ആ പീച്ച് ലൈനിങ്ങും കൊണ്ടാണ് ചെയ്യുന്നത്. അതിതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ആ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, മെയിൻ ഷിഫോൺ, പീച്ച് ഷിഫോണിൻ്റെ അത്രയും വിഡ്ത്ത് വേണ്ട, ലെങ്ത്തും വേണ്ട. അത് 17 ഇഞ്ചാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു 15 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പം അതും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ സ്കേർട്ട് പാർട്ടിൻ്റെ ഓൾമോസ്റ്റ് കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാലൻസ് ഇത്രയുമാണ് മെറ്റീരിയൽ ഉള്ളത്. കുറച്ച് ഷിഫോണുണ്ട്, അതുപോലെ കുറച്ച് ക്രേപ്പും ഉണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയും യോക്ക് പാർട്ടിലേക്ക് കടക്കാം. പിന്നെ ബാക്കി മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. യോക്ക് പാർട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് കാണിക്കാം, അപ്പോൾ കുറച്ചും കൂടെ ഒരു മനസ്സിലാകും. ഷോൾഡർ ആദ്യം ഞാൻ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ അവിടെയും 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ഞാൻ നെക്ക് നെക്ക് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് ഒരു 4 ഇഞ്ചിൽ. അതും കൂടെ മാർക്ക് ചെയ്യുന്നു. പിന്നെ 2.5 ഇഞ്ചിൽ നെക്ക് വെട്ട് കൊടുത്തു. നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് ബാക്കും ഫ്രണ്ടും ഞാൻ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതും മാർക്ക് ചെയ്തു. പിന്നെ ഞാനത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. അതങ്ങനെ ബോക്സ് പോലെ മാർക്ക് ചെയ്തു. പിന്നെ ഒരു കർവ് വരയ്ക്കണമല്ലോ, നെക്കിൻ്റെ കർവ് വരയ്ക്കാനായിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊന്ന് റഫായിട്ട് ഒന്നൊരു കർവ് വരയ്ക്കുന്നുണ്ട്. ഇനി ആ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത്, അതും കൂടെ ഞാനിതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുവാണ്. ഇനി ചെസ്റ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാനായിട്ട് അതിന് മുമ്പ് ഞാൻ ഒരു 2 പെൻസിൽസ് കാണിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ വാട്ടർ റൈസറായിട്ടുള്ളൊരു പെന്നും, പിന്നെ അതുപോലെ തന്നെ ഒരു ചൈനീസ് പെൻസിൽ എന്ന് പറയും, ഈ ബ്ലാക്ക് കളറിൽ. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം മാർക്ക് ചെയ്യാനായിട്ട് ഇത് രണ്ടും നല്ലതാണ്. അപ്പോൾ ചെസ്റ്റ് ഞാനിവിടെ ഇനി മാർക്ക് ചെയ്തത് 8 ഇഞ്ചസാണ്. സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് 8 ഇഞ്ചസ് കൊടുത്തത്. പിന്നെ ആ ഒരു ആം ഹോളിൻ്റെ അവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാ ഇതുപോലെ ഒരു കർവ് ചെയ്തിട്ടുണ്ട്. ആം ഹോൾ സ്കെയിൽ വെച്ചിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റഫായിട്ട് വരയ്ക്കുന്നെന്നുള്ളതേ ഉള്ളൂ. യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്
7.5 ഇഞ്ചസ് ആണ്. വേസ്റ്റ് വിഡ്ത്തും ഞാൻ 7 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് ഞാനൊന്ന് സ്ലോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നെക്ക് വിഡ്ത്തിൻ്റെ ഹാഫ് ഒന്ന് എടുക്കുകയാണ്. 2 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിനകത്ത് 1 ഇഞ്ചസ് ഹാഫ് എടുക്കുന്നു. എന്നിട്ടൊരു 6.5 ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതൊന്ന് കേർവ് ചെയ്ത് ഒന്ന് വരയ്ക്കാനായിട്ടാണ്. നമ്മൾ 2 കളർ യൂസ് ചെയ്താണല്ലോ ചെയ്യുന്നത്, പീച്ചും അതുപോലെ തന്നെ ബ്ലൂവും. അപ്പോൾ അതിനൊരു ഫ്രില്ല് കൊടുക്കുന്ന ആ ഒരു പോർഷനാണ് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്തേക്കുന്നത്. അപ്പോൾ പിങ്ക് പോർഷനും പിന്നെ ആ ഫ്രില്ല് മാത്രം ബ്ലൂ കൊടുക്കുന്നു. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പം 2 കളേഴ്സൊക്കെ ആകുമ്പോൾ പേപ്പറിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മെഷർമെൻറ്റ് ഫാബ്രിക്കിലോട്ട് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷനാവും. ഡയറക്റ്റ് ഫാബ്രിക് ആകുമ്പം ആകെ ഒരു കൺഫ്യൂഷനാവും. അപ്പോൾ സെപ്പറേറ്റ് ആക്കി നമുക്ക് ആ ഒരു ഫ്രില്ലിൻ്റെ പോർഷന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഒരു എളുപ്പം. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് കട്ട് ചെയ്തു. പിന്നെ ആ ഒരു സ്പ്ലിറ്റായിട്ടുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഫ്രില്ല് വെക്കുന്നത്. പിന്നെയും ഈ ഒരു പീച്ച് ലൈനിങ്, ക്രേപ്പ് ലൈനിങ് ഉണ്ട്, അത് വെച്ചിട്ട് പീച്ച് പാർട്ടിൽ നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പീച്ചിൻ്റെ ഇടയ്ക്കായിട്ട്, പിങ്കിൻ്റെ ഇടയ്ക്കായിട്ടാണ് ബ്ലൂ ഫ്രില്ല് വരുന്നത്. അപ്പം ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ ഞാൻ ആ ഒരു ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഷിഫോൺ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കി വേസ്റ്റ് തുണിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള കോട്ടൺ ലൈനിങ്ങും കട്ട് ചെയ്തു. ഇനിയുള്ള ബാക്കി പീസസ് ആണിത്. അത് ഇനി ഫ്രില്ല് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞു ബ്ലൂ പാർട്ട് ആണ്, ബ്ലൂ ഷിഫോൺ ഫ്ലോറൽ പ്രിൻ്റാണ് ഉപയോഗിക്കുന്നത്. യോക്ക് പാർട്ടിൽ ആ ഒരു പോർഷൻ ഞാൻ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്കേർട്ട് പാർട്ടിൽ ആ ഒരു മെയിൻ ഷിഫോണിൽ ഞാൻ ചുരുക്കുകളിട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡും ജോയിൻ ചെയ്തു. ഇനി ആ ഒരു ക്രേപ്പ് ലൈനിങ് ഉണ്ടല്ലോ, പീച്ച്, അത് ഈ ഒരു ഷിഫോണിൻ്റെ താഴെ ലൈനിങ് ആയിട്ട് ഇതുപോലെ തന്നെ ചുരുക്കിയിട്ട് എടുത്ത് ഒന്ന് ജോയിൻ ചെയ്യണം. ഞാൻ യോക്ക് പാർട്ടിൽ കോട്ടൺ ലൈനിങ് വെക്കുന്നുണ്ട്. ഞാൻ ഏത് ഡ്രസ്സ് ചെയ്യുമ്പോഴും ഇതുപോലെ കോട്ടൺ ലൈനിങ് യോക്ക് പാർട്ടി വെക്കാറുണ്ട്. അപ്പം ഈ ഒരു ക്രേപ്പ് ലൈനിങ്ങിൻ്റെയും താഴെ ഞാൻ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നീളത്തിലുള്ള ബ്ലൂ ഷിഫോണ്, അതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി അടിച്ചു. പിന്നെ ഒരു സൈഡിൽ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, ചുരുക്കിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എനിക്കുള്ള അത്രത്തോളം ബ്ലൂ മെറ്റീരിയൽ കൊണ്ട് ഞാൻ ഇതുപോലെ നീളത്തിലാക്കിയിട്ട് ചുരുക്കിടാൻ വേണ്ടിയിട്ട് ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ ഇതുപോലെ ചുരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്.
ജോയിൻ ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ഇരിക്കും. അപ്പം നമ്മളിത് ചീത്തവശം നല്ല വശത്തോട് ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. യോക്ക് പാർട്ടിൽ കൂടുതൽ ഫ്രിൽസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ സ്കേർട്ട് പാർട്ടിൽ ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ തന്നെ സെയിം ഫ്രിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ യോക്ക് പാർട്ടിൽ ഞാനൊരു ഫ്ലവർ പോലെ ചെയ്തിട്ടുണ്ട്. അതിന് നടുക്ക് ബീഡ്സൊക്കെ വെച്ച് ഇതുപോലെ ഫ്രിൽസൊക്കെ കൊടുത്ത് യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ ഫ്രിൽസ് വന്നാൽ അത്രയും ഭംഗിയാണ്. അത് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ ഭംഗിയായിരിക്കും. അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലൂ മെറ്റീരിയൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഫ്രിൽസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബ്ലൂ ആൻഡ് പീച്ച് കോമ്പിനേഷനിലുള്ള ഒരു കുട്ടി ഉടുപ്പ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ താഴ്വശം ലോക്ക് ചെയ്യണം. അത് ഞാൻ ഇതുപോലെ ഉരുട്ടിയടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ശരിക്കും ഏത് ഫോട്ടർ കൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയും ഈ ഒരു ഫ്രോക്കിൽ ഞാൻ കുറച്ച് വ്യത്യാസം വരുത്തി. അതായത് ആ ഒരു ഫ്ലവർ സെൻറ്ററിൽ വെച്ചിരുന്നത് ഞാനത് ഒരു വേസ്റ്റിൻ്റെ പോർഷനിൽ സൈഡിലായിട്ട് വെച്ചു. പിന്നെ ആ ഒരു ചെസ്റ്റിൻ്റെ അവിടായിട്ട് നെക്കിൻ്റെ അവിടായിട്ട് ഞാൻ വൈറ്റ് ബീഡ്സ് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഒരു ഫ്രോക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു ചെറിയ മോഡലിൽ ഞാൻ എൻ്റെ ഗൗണും റെഡിയാക്കിയത്. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹേസലിൻ്റെ അത് ബ്ലൂ മെറ്റീരിയൽ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വ്യത്യാസം വരുത്തിയത് ആ യോക്ക് പാർട്ടിൽ ആ ഒരു പീച്ച് പോർഷൻ ഉണ്ടല്ലോ താഴത്തേക്കുള്ളത്, അതും കൂടെ ഞാൻ ബ്ലൂ പോർഷനാക്കി. അത് അങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ആ ഒരു ഡ്രസ്സുമായിട്ടുള്ള സെയിം ആ ഒരു കോംബോ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഹേസലിൻ്റേതും ആ ഒരു ബ്ലൂ പോർഷൻ ഇച്ചിരി കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ നല്ല രസമാണ്. ഷിഫോൺ ഫ്ലോറൽ എന്ന് പറയുമ്പോൾ നല്ല രസമാണ്. ആ ഒരു ബ്ലൂ കളറിൽ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഒരു മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പം ഹേസലിനെ കൂടെ ആ ഒരു ഫോട്ടോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ചേരുന്ന രീതിയിൽ ഈ ഒരു ഫ്രോക്കും കൂടെ റെഡി ആക്കിയിട്ടുള്ളത്. ഇതിന് ഞാൻ ഹെയർ ബാൻഡ് ചെയ്തിട്ടില്ല. ഒരു വൈറ്റ് ഹെയർ ബാൻഡ് ബോ വയ്ക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്നാൽ വലിയൊരു കോസ്റ്റ്ലി അല്ലാത്ത രീതിയിലുള്ളൊരു ഡ്രസ്സാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.